ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പരിപ്പ് പായസം ഉണ്ടാക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് 1 കപ്പ്, അതായത് 250 ഗ്രാം. 1/2 കിലോ ശർക്കര 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തത്. 4 കപ്പ് രണ്ടാം പാൽ, 1 കപ്പ് ഒന്നാം പാൽ. മീഡിയം സൈസ് 2 തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണ്. വറുത്തിടാനായി ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കാഷ്നട്ട്സും പിന്നെ നെയ്യും. ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ചുക്കുപൊടി 1 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാം. അതിനായി ചൂടായ പാനിൽ പരിപ്പിട്ട് ലോ ഫ്ലെയിമിൽ ഗോൾഡൻ കളർ ആവുന്നതുവരെ അധികം മൂത്തു പോവാതെ വറുത്തെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് മാറ്റാം. ഇനി പരിപ്പ് നന്നായി ഇളക്കി ഉടച്ചെടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉരുക്കിയ ശർക്കര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ശർക്കരയും പരിപ്പും നല്ലതുപോലെ യോജിക്കുന്നതുവരെ വരട്ടിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി നല്ലപോലെ വരണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 കപ്പ് രണ്ടാം പാൽ ചേർക്കാം. നമ്മൾ ചേർത്ത രണ്ടാം പാൽ പകുതി വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്ക പൊടിച്ചതും ഒന്നാം പാലിലിട്ട് നന്നായി മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ പൊടികൾ കട്ട പിടിക്കാതിരിക്കും. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് ചേർക്കാം.
അതിനായി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുവിധം മൂത്ത് വരുമ്പോൾ കാഷ്നട്ട് ചേർത്ത് വറുത്തെടുക്കാം. ഇതിനി നെയ്യോട് കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.